ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ ഓണസദ്യ പുരോഗമിക്കുന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായിട്ടാണ് ഡിവൈഎഫ്ഐ ഓണസദ്യ ഒരുക്കിയിരിക്കുന്നത്. അമൽനാഥ് ചേരുന്നു. അമൽനാഥ്, ഓണക്കാലത്ത് സന്തോഷകരമായ ഒരു വാർത്ത. മനം നിറഞ്ഞ് മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നു, ഓണസദ്യ കഴിക്കുന്നു. ഡിവൈഎഫ്ഐ എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഷമ്മി, തീർച്ചയായും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യ തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ഡിവൈഎഫ്ഐ കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സദ്യ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം നടക്കുന്നുണ്ട്. ഇന്ന് ഈ ഓണത്തിൻ്റെ ഭാഗമായി സദ്യയാക്കി എല്ലാവർക്കും നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് ഡിവൈഎഫ്ഐ എത്തുകയായിരുന്നു. ഏകദേശം 2500 മുകളിൽ ആളുകൾ ഇവിടെ ഈ ഭക്ഷണം കഴിക്കും എന്നാണ് ഡിവൈഎഫ്ഐ നേതൃത്വം ഇപ്പോൾ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. 250ഓളം പേർക്ക് ഇരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. വിഭവസമൃദ്ധമായ ഒരു സദ്യ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ചോറ്, സാമ്പാർ, മറ്റ് കറികൾ, അതോടൊപ്പം തന്നെ പായസം, അങ്ങനെ എല്ലാം കൂട്ടിയൊരു വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് നിലവിൽ ഇവിടെ ഒരുക്കി വിതരണം ചെയ്തിരിക്കുന്നത്. ആദ്യ പന്തി ഇപ്പോൾ ഇരുന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്തത്, അല്ലെങ്കിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും CPM ജില്ലാ സെക്രട്ടറിയുമായ S സതീഷാണ്. അദ്ദേഹം മുന്നേ സൂചിപ്പിച്ചു, അതായത് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എല്ലായ്പ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളുമായി, അതായത് പൊതിച്ചോറ് വിതരണം, രക്തദാനം, അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നും വളരെ വ്യക്തമായൊരു സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ നിലവിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഓണസദ്യ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യുകയാണ്. നിലവിൽ ആദ്യ പന്തി തുടങ്ങിയിരിക്കുന്നു. ചോറും കറികളും ഒക്കെ തന്നെ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിഭവസമൃദ്ധമായ ഒരു സദ്യ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ നമ്മുടെ കൂടെ കൂടും. ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത S സതീഷ്, ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം, അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വം ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഓണസദ്യ നൽകിയിരിക്കുകയാണ്. അതായത് സാധാരണ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ന് ഓണത്തിൻ്റെ ഭാഗമായി അത്തരത്തിൽ ഓണസദ്യയിലേക്ക് മാറിയിരിക്കുന്നു. എല്ലാവർക്കും നമ്മൾ 2009 മുതൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനകത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സദ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതിച്ചോറ് ആരംഭിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചിട്ടുള്ളത് മുടക്കം കൂടാതെ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക്, 3500-ലധികം വരുന്ന ആളുകൾക്ക് സദ്യ തയ്യാറാക്കിക്കൊണ്ട് ഇലയിൽ വിളമ്പി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഇത് ഈ വർഷവും മുടക്കമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. 2 തരം പായസം, ഗോതമ്പ് പായസവും അതുപോലെ തന്നെ പാലട ഉൾപ്പെടെയുള്ള 2 തരം പായസങ്ങളോടുകൂടി തന്നെ എല്ലാ വിഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സദ്യയാണ് ഇവിടെ വിളമ്പുന്നത്. ഇവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്റ്റാഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സദ്യ എന്ന് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് വിളമ്പുന്നുണ്ട്. ഇത് എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് എല്ലാ വർഷവും ഡിവൈഎഫ്ഐ മുടങ്ങാതെ നൽകുന്നതാണ്. നിലവിൽ ഇത്തവണയും അത് തുടരുന്നു. 2500 മുകളിൽ ഏകദേശം ഒരു 3000ഓളം പേരിലേക്ക് ഈ ഓണസദ്യ എത്തുന്നുണ്ട്. അതായത് ഇവിടെ രോഗികൾക്കും രോഗികളുടെ കൂടെ ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകൾക്കും അടക്കം ഈ സദ്യ വിതരണം ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും CPM ജില്ലാ സെക്രട്ടറിയുമായ S സതീഷ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഓണസദ്യ നൽകിയിരിക്കുന്നു. അതെ, ഇത് എല്ലാ കാലവും ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ നടത്താറുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് വിതരണം നീണ്ട വർഷങ്ങളായി ഇവിടെ നടത്തുകയാണ്. അപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഇതിൻ്റെ മുഴുവൻ ആളുകളും ഇവിടെ പങ്കാളികളാവുന്നത്. 100 കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം ഇവിടെ എത്തിക്കുക എന്ന പ്രവർത്തനം. 1000 കണക്കിന് മനുഷ്യസ്നേഹികളാണ് അതിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പൊതിച്ചോറ് വിതരണം ഞങ്ങൾ ഇവിടെ മുടക്കിയിട്ടില്ല. അപ്പോൾ ഓണക്കാലമാകുമ്പോൾ ഇതിനോട് യോജിപ്പുള്ള എല്ലാ മനുഷ്യരും ഒന്നിച്ചു ചേരാറുണ്ട്. ഇതിനോട് സഹകരിക്കുന്ന നിരവധി ആളുകൾ ഓണസദ്യയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വമാണ് ഈ ഓണസദ്യ ഇവിടെ ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും ഒരുക്കുന്നത്. തീർച്ചയായും എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് തന്നെ പറയേണ്ടി. നമുക്കിനി ആ ഓണസദ്യയുടെ ദൃശ്യങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അവരുടെ, അതായത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിയണം. എങ്ങനെയുണ്ട് ഓണസദ്യ? ഉഷാറാണ്. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? അടിപൊളി.
ചേട്ടാ സദ്യ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാ. ഇതിനു മുന്നേ കഴിച്ചിരുന്നോ? കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നോ? അന്ന് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു, അകത്ത് വന്നതാണ്. ചേച്ചി എങ്ങനെയുണ്ട് സദ്യ? സൂപ്പർ. കാപ്പിയോണം. അടിപൊളി. എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലേ? എല്ലാവർക്കും നന്നായി, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ടുണ്ട്, അടിപൊളി. 2 തരം പായസം അടക്കമാണ് സദ്യ. വളരെ സന്തോഷം. ചേച്ചി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. 2 തരം പായസത്തോടു കൂടി എല്ലാ വിഭവങ്ങളോടുകൂടി ചോറ്, സാമ്പാർ, അങ്ങനെ അവിയൽ, കൂട്ടുകറി, അങ്ങനെ എല്ലാ വിഭവങ്ങളോടും കൂടിയും ഏകദേശം 10-15ഓളം വിഭവങ്ങളോട് കൂടിയാണ് ഇവിടെ സദ്യ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ പന്തി ഇപ്പോൾ ഇരുന്നു കഴിഞ്ഞു. ഏകദേശം 2500-3000ഓളം പേരിലേക്കാണ് ഈ ഓണസദ്യ എത്തുന്നത് എന്നുള്ളതാണ്. എപ്പോഴും DYFI കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കപ്പെടുന്നത് ഇത്തരത്തിൽ വയറെരിയുന്നവർക്ക് വേണ്ടി ഭക്ഷണം നൽകുന്ന സംഘടന എന്നുള്ളതാണ്, രക്തദാനം നൽകുന്ന സംഘടന എന്നുള്ളതാണ്. അത്തരത്തിൽ സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളെയും എപ്പോഴും ചേർത്ത് പിടിക്കുന്ന സംഘടനയാണ്. അത് ഈ ഓണനാളിലും തുടരുന്നു എന്നുള്ളതാണ്. ഒരാളും വിശന്നിരിക്കാൻ വേണ്ടി പാടില്ല. വളരെ സ്വാദിഷ്ടമായ രീതിയിൽ തന്നെ അവർ ഓണം ആഘോഷിക്കണം. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഓണം ആഘോഷിക്കണം. നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഇപ്പോൾ രോഗികളുടെ കൂടെ ഇരിക്കുന്നവരാണെങ്കിലും രോഗികളൊക്കെ ആണെങ്കിൽ വളരെ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാകും അവർ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലും DYFI കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്താണോ കുറച്ച് നിമിഷത്തേക്കെങ്കിലും അവർക്ക് ആ ഒരു സന്തോഷം നൽകുക, വളരെ സ്വാദിഷ്ടമായ ഓണസദ്യ അവരിലേക്ക് നൽകുക. അത് നിലവിലിപ്പോൾ DYFI നൽകിക്കൊണ്ടിരിക്കുകയാണ്. 3000ഓളം പേരിലേക്കാണ് ഈ ഓണസദ്യ എത്തുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ വിപുലമായ രീതിയിൽ തന്നെ ഓണസദ്യ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പൊതിച്ചോറ് DYFI എല്ലാ ദിവസങ്ങളിലും ഇവിടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളിലും DYFI പൊതിച്ചോറ് നൽകുന്നുണ്ട്. ഓണ ദിവസം ആ പൊതിച്ചോറൊന്നു മാറ്റി കൂടുതൽ വിഭവങ്ങളോടുകൂടി പായസങ്ങളോടുകൂടി ഓണസദ്യ ഒരുക്കി നൽകിയിരിക്കുകയാണ്. ഷമി.